ഏക് ദിൻ. ഏക് ദിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എന്നാണ്. ഒരു ദിവസം. അജയ് ഒരു കുട്ടിയുടെ പേരാണ്. പാർക്ക് മേ, ഇവിടെ കണ്ടോ പാർക്ക് മേ. ഇവിടെ ഈ മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് നടത്തണേ, ഉള്ളിൽ എന്ന് പറഞ്ഞേ അപ്പൊ എന്താ പാർക്ക് മേ എന്ന് പറഞ്ഞാലോ പാർക്കിൽ നിന്നായി. അപ്പൊ എന്താ ഒരു ദിവസം അജയ് പാർക്കിൽ ബേഠ ഥ. ഇവിടെ ഥ കണ്ടോ, ഥ എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ്. അപ്പൊ ബേഠ ഥ ആണല്ലോ ഇരിക്കുകയായിരുന്നു എന്നായി. അപ്പൊ എന്താ ഇവിടെ കണ്ടോ ഏക് ദിൻ അജയ് പാർക്ക് മേ ബേഠ ഥ എന്ന് വെച്ചാൽ ഒരു ദിവസം അജയ് പാർക്കിൽ ഇരിക്കുകയായിരുന്നു എന്നായി. എന്താണ് ഒരു ദിവസം അജയ് പാർക്കിൽ ഇരിക്കുകയായിരുന്നു. തബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്നാണ്. അപ്പോൾ അല്ല ആ സമയത്ത്. അപ്പോൾ ഉസേ അവന്, അപ്പോൾ അവന് ഏക്ക് ഒരു മൊബൈൽ ഫോൺ മില. മില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടി എന്നാണ്. മില കിട്ടി. മുജെ മില എനിക്ക് കിട്ടി. മുജെ ഏക്ക് മൊബൈൽ ഫോൺ മില എനിക്കൊരു മൊബൈൽ കിട്ടി എന്നർത്ഥം. അപ്പൊ എന്താ ഇവിടെ കണ്ടോ തബി ഉസേ ഏക്ക് മൊബൈൽ ഫോൺ മില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവന് ഒരു എന്നിട്ട് മൊബൈൽ ഫോൺ കിട്ടിയെന്നായി. എത്ര സിമ്പിൾ അല്ലേ, വളരെ സിമ്പിളാണ്. അടുത്താണ് ഉസ്നെ, അവൻ ഫോൺ ഉഠായ. ഉസ്നെ ഫോൺ ഉഠായ. ഉഠായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു എന്നോ, എടുത്തു എന്നാണ്. ഉഠായ എടുത്തു. അപ്പൊ എന്തായി അവൻ ഫോൺ എടുത്തു. അവൻ ഫോൺ എടുത്തു അല്ലേ, പാർക്കില് ഫോൺ കണ്ടല്ലോ. അപ്പൊ എന്തായി ഉണ്ടോ അവൻ ഫോൺ എടുത്തു. ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പറയില്ല ആൻഡ് പറയില്ല, ആൻഡ് ഷീ ആൻഡ് ഹി എന്ന് പറയില്ല, അതാണ് ഓർ. അതുപോലെ തന്നെ ഇന്തിസാർ കിയ. ഇവിടെ ഉണ്ടോ ഇന്തിസാർ കിയ. ഇന്തിസാർ കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരുന്നു എന്നാണ്. കാത്തിരുന്നു. ഇന്തിസാർ കിയ, മേനെ ഇന്തിസാർ കിയ, ഞാൻ കാത്തിരുന്നു പറയില്ലേ, അതാണ് ഇന്തിസാർ കിയ എന്ന് പറഞ്ഞാൽ കാത്തിരുന്നു എന്നാണ്. ഇനി അടുത്ത് നോക്കാം. ഇവിടെ ഉണ്ടോ തോടി ദേർ ബാദ്. എന്താണ് തോടി ദേർ ബാദ്. തോടി ദേർ ബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞ് എന്നാണ്. തോടി ദേർ ബാദ് കുറച്ച് സമയം കഴിഞ്ഞ്. ഫോൺ ബജ. ഫോൺ ബജ. ബജ എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നാണ്. ഫോൺ ബജ എന്ന് വെച്ചാൽ ഫോൺ ബെല്ലടിച്ചു പറയില്ല, ബെല്ലടിച്ചു. ഫോൺ അടിച്ചു അതാണ്. അപ്പം എന്താണ് ഇവിടെ ഉണ്ടോ തോടി ദേർ ബാദ് ഫോൺ ബജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞ് ബെല്ലടിച്ചു, ഫോൺ വന്നു എന്നർത്ഥം. ഫോൺ അടിച്ചു. അജയിനെ വെച്ചാൽ അജയ് ഫോൺ ഉഠായ. അജയിനെ ഫോൺ ഉഠായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജയ് ഫോൺ എടുത്തു എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോഴും അതുപോലെ കോള് വരുമ്പോൾ എടുക്കില്ല, അപ്പോഴൊക്കെ നമ്മൾ ഉഠായ എന്ന് പറയാം. അപ്പോൾ എന്തായി ഇവിടെ ഉണ്ടോ അജയിനെ ഫോൺ ഉഠായ എന്ന് വെച്ചാൽ അജയ് ഫോൺ എടുത്തു എന്നായി. ഹലോ, ഫോൺ എടുത്തു. അടുത്താണ് ദൂസരി തരഫ്. ഇവിടെ ഉണ്ടോ ദൂസരി തരഫ്. ദൂസരി തരഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുവശത്ത് എന്നാണ്. മറുവശത്ത് ഫോൺ എടുത്തു. ഇവിടെ ആരാണ് അജയ് ആണ്. അപ്പൊ മറുവശത്ത് അല്ലേ, അതാണ് ദൂസരി തരഫ്. ദൂസരി തരഫ് മറുവശത്ത് മൊബൈൽ കാ എന്ന് വെച്ചാൽ മൊബൈലിന്റെ അക്കാന്നറിന്റെ നട്ടോ. മൊബൈലിന്റെ മാലിക് ഥ. മാലിക് നിറ മുതലാളി, ഥ ആയിരുന്നു. അപ്പൊ മറുവശത്ത് മൊബൈലിന്റെ മുതലാളിയായിരുന്നു. നായി. അടുത്താണ് ഇവിടെ കണ്ടുള്ളൂ അജയിനെ. എന്താണ് അജയിനെ. അജയിനെ എന്ന് പറഞ്ഞാൽ അജയ് ഉസേ അവനെ പാർക്കിൽ ബുലായ വിളിച്ചു. ബുലായ എന്ന് പറഞ്ഞാൽ വിളിച്ചു എന്നാണ്. ബുലായ വിളിച്ചു. ഓക്കെ, ബുലായ വിളിച്ചു. അപ്പൊ എന്തായി ഇവിടെ ഉണ്ടോ അജയിനെ ഉസേ പാർക്ക് മേ ബുലായ. അജയിനെ ഉസേ പാർക്ക് മേ ബുലായ എന്ന് പറഞ്ഞാൽ അജയ് അയാളെ അല്ലെങ്കിൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ അവനെ പാർക്കിൽ വിളിച്ചു എന്നായി. പാർക്കിൽ വിളിച്ചു. അടുത്താണ് വേ ആദ്മി. ഇവിടെ ഉണ്ടോ വേ ആദ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അല്ല ആ വ്യക്തി എന്നാണ്. ഇവിടെ ഉണ്ടോ വേ എന്ന് ഇവിടെ ആ എന്ന ആ. അപ്പൊ ആ വ്യക്തി ആയറ വന്നു. ആ വ്യക്തി വന്നു. ഓർ അതുപോലെ തന്നെ അപ്ന തൻ്റെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ലേഖയ. ലേഖയ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി കേട്ടോ. എന്താണ് ലേഖയ കൊണ്ടുപോയി. അപ്പൊ എന്തായി വഹ ആദ്മി ആയ ഓർ അപ്ന മൊബൈൽ ലേഖയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി വന്നു, അതുപോലെ തന്നെ തൻ്റെ മൊബൈൽ കൊണ്ടുപോയി. ലേഖയ കൊണ്ടുപോയി. ഇത്ര സിമ്പിൾ ആണല്ലേ. പിന്നെ അടുത്താണ് ഉസ്നെ അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി. ഉസ്നെ അജയ്ക്കോ ധന്യവാദ് ദിയ. ധന്യവാദ് നന്ദി. ദിയ എന്ന് പറഞ്ഞാൽ കൊടുത്തു. അപ്പൊ ധന്യവാദ് ദിയ എന്ന് പറഞ്ഞാൽ നന്ദി പറഞ്ഞു എന്നർത്ഥം. നന്ദി പറഞ്ഞു. അപ്പൊ എന്തായി
കണ്ടോ, ഉസ്നെ അജയ്ക്കോ ധന്യവാദ് ദിയ. ഉസ്നെ അജയ്ക്കോ ധന്യവാദ് ദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അജയ്ന് നന്ദി പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം അജയ്നോട് നന്ദി പറഞ്ഞു എന്നർത്ഥം. ഇനി അടുത്താണ് അജയ് കുഷ്ഠ. എന്താണ് കുഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷവാനായിരുന്നു, അല്ലെങ്കിൽ സന്തോഷമുണ്ടായിരുന്നു. അപ്പം എന്താ അജയ് കുഷ്ഠ എന്ന് വെച്ചാൽ അജയ് സന്തോഷവാനായിരുന്നു. ക്യോങ്കി കാരണം, ക്യോങ്കി കാരണം, ഉസ്നെ ഉസ്നെ അവൻ, സഹി എന്ന് പറഞ്ഞാൽ ശരിയായ, കാം എന്ന ജോലി, കിയ ചെയ്തു. അപ്പൊ ഇവിടെ ഉണ്ടോ അജയ് കുഷ്ഠ, അജയ് സന്തോഷവാനായിരുന്നു. എന്താ കാരണം? ക്യോങ്കി കാരണം, ഉസ്നെ സഹി കാം കിയ, അതിന് കാരണം അവൻ ശരിയായ പ്രവൃത്തി ചെയ്തു, അല്ലെങ്കിൽ ശരിയായ ജോലി ചെയ്തു എന്നായി. കിയ എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നാണ്, കിയ ചെയ്തു. ഓക്കെ, അടുത്താണ് അജയ് ബഹുത്. ബഹുത് എന്ന് പറഞ്ഞാൽ വളരെ എന്നാണ്, വളരെ. ബഹുത് ഖുശ് ഹുവ, ഖുശ് ഹുവ എന്നാണ് സന്തോഷമായി എന്നാണ്. അപ്പൊ ഇവിടെ ഉണ്ടോ അജയ് ബഹുത് ഖുശ് ഹുവ, അജയ് ബഹുത് ഖുശ് ഹുവ എന്ന് വെച്ചാൽ അജയ് വളരെ അധികം സന്തോഷവാനായി എന്നാണ്. അടുത്താണ് വെഹെ അവൻ, ആര്? അജയ് ആണ് കേട്ടോ. വെഹെ അവൻ, മുഷ്കുരാത്തെ ഹുവേ. ഇവിടെ ഉണ്ടോ മുഷ്കുരാത്തെ ഹുവേ, ഇത് അങ്ങനെ തന്നെ എന്താ പറഞ്ഞ് പഠിച്ചു വെക്കണം. മുഷ്കുരാത്തെ ഹുവേ, മുഷ്കുരാത്തെ ഹുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഞ്ചിരിച്ചു കൊണ്ട് എന്നാണ്, പുഞ്ചിരിച്ചു കൊണ്ട്. അപ്പൊ എന്തായി വെഹെ മുഷ്കുരാത്തെ ഹുവേ അപ്നെ ഗർ ചല ഗയ. എന്താണ്? വെഹെ അവൻ, മുഷ്കുരാത്തെ ഹുവേ പുഞ്ചിരിച്ചു കൊണ്ട്, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട്, പുഞ്ചിരിച്ചു കൊണ്ട്, അപ്നെ ഗർ തൻ്റെ വീട്ടിൽ, അപ്നെ ഗർ തൻ്റെ വീട്ടിൽ, ചല ഗയ തൻ്റെ വീട്ടിൽ പോയി എന്നായി. ചല ഗയ എന്ന് പറഞ്ഞാൽ പോയി എന്നാട്ടോ, ചല ഗയ പോയി, ചല ഗയ. അപ്പൊ എന്തായി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അവൻ്റെ വീട്ടിലേക്ക് പോയി എന്നായി അല്ലേ? എത്ര സിമ്പിളാണ്. ഇനി നിങ്ങൾ കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ വായിക്കണം കേട്ടോ, ജസ്റ്റ് വായിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉച്ചാരണം ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല, മലയാളത്തിൽ കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2-3 തവണ വീഡിയോ കാണുകയാണെങ്കിൽ ഓരോ വേർഡിൻ്റെ ഉച്ചാരണം നിങ്ങൾ മനസ്സിലാവും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഫ്രീ ആയിരിക്കുമ്പോൾ ജസ്റ്റ് വായിച്ചിട്ട് അർത്ഥം വെച്ച് നോക്കുക. आप सभी को मेरा बहुत बहुत धन्यवाद.